which is typically the case for high speed data. ഓക്കെ, ഈ കോഡിംഗ് ആൻഡ് ഇൻ്റർലീവിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. എപ്പോഴാന്ന് വെച്ചാൽ ഈ ഫെയ്ഡിങ് റേറ്റ് സ്ലോ ആകുമ്പോഴാണ് കോസ്റ്റ് ഓഫ് കോഡിംഗ് ആൻഡ് ഇൻ്റർലീവിങ് ലാർജ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് ഡാറ്റൻ്റെ കേസിലാണ് ഈ കോഡിംഗ് ആൻഡ് ഇൻ്റർലീവിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ വെൻ ദി ചാനൽ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആൻഡ് ദി estimate is sent back to the transmitter and the transmission scheme can be adapted related to the channel condition. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ചാനൽ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഈ എസ്റ്റിമേറ്റ് ചെയ്ത ചാനൽ നമ്മൾ വീണ്ടും ട്രാൻസ്മിറ്റർക്ക് തന്നെ സെൻഡ് ചെയ്യും, എന്നിട്ട് ട്രാൻസ്മിഷൻ നടത്തും. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ട്രാൻസ്മിഷൻ സ്കീം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് റിലേറ്റീവ് ടു ദി ചാനൽ കണ്ടീഷന് റിലേറ്റീവായിട്ട് ഒരു ട്രാൻസ്മിഷൻ സ്കീം അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ എസ്റ്റിമേറ്റ് ചെയ്ത ചാനൽ നമ്മൾ വീണ്ടും ട്രാൻസ്മിറ്ററിലേക്ക് തന്നെ സെൻഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ adaptive techniques also increase the complexity of both the transmitter and receiver to account for the channel estimation and the adaptive transmission. ഓക്കെ, ഈ അഡാപ്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ട്രാൻസ്മിഷനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ആ കോംപ്ലക്സിറ്റി പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫൈനലി എ ഫീഡ്ബാക്ക് ഈസ് റിക്വയർഡ് ടു റിലേ ദി ചാനൽ എസ്റ്റിമേറ്റ് ബാക്ക് ടു ദി ട്രാൻസ്മിറ്റർ വിച്ച് occupies a small amount of additional bandwidth on the return channel. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഒരു ഫീഡ്ബാക്ക് പാത്ത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ചാനൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ ബാക്ക് ടു ദി ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മൾ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് അഡീഷണൽ ബാൻഡ് വിഡ്ത്ത് റിട്ടേൺ ചാനലിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻ്റർ സിമ്പൽ ഇൻ്റർഫിയറൻസ് കൗണ്ടർ മെഷേഴ്സ്. നമ്മൾ ISI എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെക്നിക്സ് ടു കോമ്പാക്ട് ISI fall into 2 categories. അതായത് ഈ ISIയിൽ തന്നെ 2 categories ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് സെക്കൻഡ് വൺ ആണ് ആൻറ്റിന സൊല്യൂഷൻ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദിസ് ഇൻക്ലൂഡിങ് ഇക്വലൈസേഷൻ, മൾട്ടി കാരിയർ മോഡുലേഷൻ ആൻഡ് spread spectrum can either compensate for ISI at the receiver or make the transmitted signal less sensitive to ISI. ഓക്കെ, അപ്പോൾ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ എന്താ പറയുന്നത് വെച്ചാൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഇക്വലൈസേഷൻ, മൾട്ടി കാരിയർ മോഡുലേഷൻ ആൻഡ് സ്പ്രെഡ് സ്പെക്ട്രം ഇങ്ങനത്തെ 3 ടെക്നിക്സ് ആണ് നടക്കുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ ISIനായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അറ്റ് ദ റിസീവർ, പിന്നെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ സിഗ്നലിനെ ലെസ് സെൻസിറ്റീവ് ടു ISI ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇതാണ് സിഗ്നൽ പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്. ഇനി നമ്മൾ ആൻറ്റിന സൊല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇൻക്ലൂഡിങ് ഡയറക്റ്റീവ് ബീംസ് ആൻഡ് സ്മാർട്ട് ആൻറ്റിനാസ് ചേഞ്ച് ദി പ്രൊപ്പഗേഷൻ എൻവയോൺമെൻറ്റ് സോ ദാറ്റ് ദി ഡിലേ ബിറ്റ്വീൻ മൾട്ടിപാത്ത് components and the corresponding ISI resulting from these delay is reduced. ഓക്കെ, ഇനി ആൻറ്റിന സൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ബീംസും സ്മാർട്ട് ആൻറ്റിനാസും ഒക്കെ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യും, എന്നിട്ട് അതൊരു ഡിലേ ഉണ്ടാക്കും ബിറ്റ്വീൻ മൾട്ടിപാത്ത് കോമ്പോണൻറ്റ്സ് ആൻഡ് ദി കറസ്പോണ്ടിങ് ISI. റിക്വസ്റ്റിംഗ് ഫ്രം ദീസ് ഡിലേ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഈ ISIൻ്റെയും മൾട്ടിപാത്തിൻ്റെയും ഇടയിൽ ഒരു ഡിലേ ഉണ്ടാക്കിയിട്ടാണ് ഈ ആൻറ്റിന സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദി ഗോൾ ഓഫ് ഇക്വലൈസേഷൻ ഈസ് ടു ക്യാൻസൽ ദി ISI ഓർ ഇക്വലൻ്റ്ലി ടു ഇൻവേർട്ട് ദി എഫക്റ്റ് ഓഫ് ദി ചാനൽ. ഓക്കെ, അപ്പോൾ ഈ ഇക്വലൈസേഷൻ്റെ ഒരു ഗോളായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ISIനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ
ഈ ചാനൽസിൻ്റെ എഫക്ട്സിനെ നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ചാനൽ ഇൻവേർഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പാസിംഗ് ദി റിസീവ്ഡ് സിഗ്നൽ ത്രൂ എ ലീനിയർ ഇക്വലൈസിംഗ് ഫിൽട്ടർ വിത്ത് എ frequency response that is the inverse of channel frequency response. This method is called zero forcing എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ഇൻവേർഷനിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു റിസീവ്ഡ് സിഗ്നലിനെ ലീനിയർ ഇക്വലൈസിങ് ആയിട്ടുള്ള ഫിൽട്ടർ കൂടി പാസ് ചെയ്യും. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിന് ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ മെത്തേഡിനെയാണ് നമ്മൾ സീറോ ഫോഴ്സിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദി നോയ്സ് ഈസ് ഓൾസോ പാസ്ഡ് ത്രൂ ദിസ് സിസ്റ്റം. ദിസ് the noise enhancement can significantly degrade the received SMR of systems with zero forcing equalization. നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ലീനിയർ ഇക്വലൈസിങ് ആയിട്ടുള്ള ഫിൽറ്റർ കൂടിയാണ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് ആവശ്യം എന്താ പറയുക, ഏത് ചാനലിനെയാണോ ഇൻവേർഷൻ നടത്തേണ്ടത് അത്. അപ്പോൾ നമുക്ക് ഈ ചാനൽ ഇൻവേർഷനിൽ നോയ്സിനെയും പാസ് ചെയ്യാൻ പറ്റും. ഈ നോയ്സിൻ്റെ എൻഹാൻസ്മെൻറ്റ് നടക്കും. അത് എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്തിട്ട് റിസീവ്ഡ് SMR ഓഫ് ദി സിസ്റ്റം സീറോ ഫോഴ്സിങ് ഇക്വലൈസേഷൻ ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് നോയ്സിനെയും ആ ഒരു ഇൻവേർഷനിൽ യൂസ് ചെയ്യാം എന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എ ബെറ്റർ ലീനിയർ ഇക്വലൈസേഷൻ ടെക്നിക് യൂസസ് ആൻഡ് ഇക്വലൈസിംഗ് ഫിൽട്ടർ ദാറ്റ് മിനിമൈസ് ദി average mean square error between the equalizer output and the transmitted bit stream. This type of linear equalizer is called minimum mean square error equalizer എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ബെറ്റർ ലീനിയർ ഇക്വലൈസേഷൻ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വലൈസിങ് ഫിൽട്ടറാണ്. ഈ ഫിൽട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവറേജ് മീൻ സ്ക്വയർ എററിനെ മിനിമൈസ് ചെയ്യും. എവിടെയുള്ള ഇക്വലൈസർ ഔട്ട്പുട്ടിൻ്റെയും ട്രാൻസ്മിറ്റഡ് സ്ട്രീമിൻ്റെയും ഇടയിലുള്ള ആവറേജ് മീൻ സ്ക്വയർ എററിനെ മിനിമൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഇക്വലൈസിങ് ഫിൽട്ടർ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ലീനിയർ ഇക്വലൈസേഷനാണ് നമ്മൾ മിനിമം മീൻ സ്ക്വയർ എറർ ഇക്വലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോൺ ലീനിയർ ഡിസിഷൻ ഫീഡ്ബാക്ക് ഇക്വലൈസർ DFE tends to work much better than the linear techniques. A DFE determines the ISI stream previously detected symbols and subtract it from incoming symbols. ഓക്കെ, ഈ പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ലീനിയർ ഡിസിഷൻ ഫീഡ്ബാക്ക് ഇക്വലൈസർ, അതായത് നോൺ ലീനിയർ ഡിസിഷൻ ഫീഡ്ബാക്ക് ഇക്വലൈസർ DFEയിൽ അത് മറ്റേ ലീനിയർ ടെക്നിക്സിനെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഈ DFE ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ISIന്ന് പ്രീവിയസ്ലി ഡിറ്റക്റ്റഡ് സിമ്പിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഇൻകമിങ് സിമ്പിൾസിന്ന് സബ്സ്ട്രാക്ട് ചെയ്യും. അതാണ് ഈ DFE ചെയ്യുന്നത് എവിടെ, നോൺ ലീനിയർ ഡിസിഷൻ ഫീഡ്ബാക്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അതർ ഫോം ഓഫ് equalization include maximum likelihood sequence estimation and turbo equalization, both of which usually outperform the DFE but also have significantly high complexity. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ അതർ ഫോം ഓഫ് ഇക്വലൈസേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എസ്റ്റിമേഷൻ, സീക്വൻസ് എസ്റ്റിമേഷനും ടർബോ ഇക്വലൈസേഷനും. ഓക്കെ, ഇത് രണ്ടും ഔട്ട് പെർഫോം ഓഫ് DFE ആണ്, പക്ഷെ അത് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മൾട്ടി കാരിയർ മോഡുലേഷൻ ഈസ് അനദർ ടെക്നിക് ടു മിറ്റിഗേറ്റ് ISI. In multi-carrier modulation, the transmission bandwidth is divided into narrow subchannels and the information bits are divided into an equal number of parallel streams. Okay, multi-carrier modulation ആണ് അനദർ ടെക്നിക്കായിട്ട് നമ്മൾ പറയുന്നത്. ISIൻ്റെ ഒരു അനദർ ടെക്നിക്കായിട്ട് പറയുന്നതാണ് മൾട്ടി കാരിയർ മോഡുലേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്തിനെ
അത് നാരോ സബ് ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇൻഫോർമേഷൻ ബിറ്റ്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈക്വൽ നമ്പർ ഓഫ് പാരലൽ സ്ട്രീംസ് ആയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ മൾട്ടി കാരിയർ മോഡുലേഷനിൽ നടക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് മൾട്ടി കാരിയർ മോഡുലേഷൻ ഈസ് ഓർത്തോഗണൽ സബ് ചാനൽസ് ബട്ട് ദി സ്പെക്ട്രൽ എഫിഷ്യൻസി ഓഫ് മൾട്ടി കാരിയർ മോഡുലേഷൻ ആൻഡ് can be increased by overlapping the subchannels. This is called orthogonal frequency division multiplexing or OFDM. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് മൾട്ടി കാരിയർ മോഡുലേഷൻ ആണ് ഓർത്തോഗണൽ സബ് ചാനൽസ് എന്ന് പറയുന്നത്. ഇവിടെ സ്പെക്ട്രൽ എഫിഷ്യൻസി ഓഫ് മൾട്ടി കാരിയർ മോഡുലേഷന് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് സബ് ചാനൽസ്, അതായത് സബ് ചാനൽസിന് ഓവർലാപ്പ് ചെയ്തിട്ട് മൾട്ടി കാരിയർ മോഡുലേഷൻസിൻ്റെ സ്പെക്ട്രൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എവിടെ? ഈ ഓർത്തോഗണൽ സബ് ചാനൽസിൽ. ഇതിനാണ് നമ്മൾ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അല്ലെങ്കിൽ OFDM കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എ ബിഗ് അഡ്വാൻറ്റേജ് ഓഫ് OFDM ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി എഫിഷ്യൻ്റ്ലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ദി ഫോർ ഫ്യൂരിയർ ട്രാൻസ്ഫോം അറ്റ് ബോത്ത് ദി ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് OFDM ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഫ്യൂരിയർ ട്രാൻസ്ഫോമിൽ ഒരു എഫിഷ്യൻസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ബോത്ത് ട്രാൻസ്മിറ്ററിലും റിസീവറിലും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്പ്രെഡ് സ്പെക്ട്രം ഈസ് എ ടെക്നിക് ദാറ്റ് സ്പ്രെഡ്സ് ദി ട്രാൻസ്മിറ്റ് സിഗ്നൽ ഓവർ എ വൈഡ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി എഫക്റ്റ് ഓഫ് ഫ്ലാറ്റ് ഫെയ്ഡിങ്, ISI ആൻഡ് നാരോ ബാൻഡ് ഇൻ്റർഫിയറൻസ്. ഓക്കെ, ഇനി സ്പ്രെഡ് സ്പെക്ട്രം നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. അത് ട്രാൻസ്മിറ്റ് സിഗ്നലിനെ സ്പ്രെഡ് ചെയ്യിക്കും. എന്നിട്ട് അത് ഒരു വൈഡ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് ഫെയ്ഡിങ്ങും ISIയും നാരോ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർഫിയറൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രെഡ് സ്പെക്ട്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ സ്പ്രെഡ് ചെയ്യിച്ചിട്ട് ഒരു വൈഡ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇൻ സ്പ്രെഡ് സ്പെക്ട്രം the information is modulated by a wide band pseudo noise signal resulting in a much larger transmit signal bandwidth than the original signal. ഓക്കെ, ഈ സ്പ്രെഡ് സ്പെക്ട്രത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യും. അതായത് വൈഡ് ബാൻഡ് സ്യൂഡോ നോയ്സ് സിഗ്നലായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യും. അത് ഈ സ്യൂഡോ നോയ്സിനെയാണ് നമ്മൾ PN കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മച്ച് ലാർജ് ട്രാൻസ്മിറ്റ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ദാൻ ഒറിജിനൽ സിഗ്നൽ. അതായത് ഒറിജിനൽ സിഗ്നലിനെക്കാട്ടിലും ട്രാൻസ്മിറ്റ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും ഈ PN സിഗ്നലിന്. അപ്പോൾ അതാണ് സ്പ്രെഡ് സ്പെക്ട്രത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആൻറ്റിന ഡിസൈൻ ക്യാൻ ഓൾസോ റെഡ്യൂസ് ദി എഫക്റ്റ് ഓഫ് ഫ്ലാറ്റ് ഫെയ്ഡിങ് ആൻഡ് ISI. ദി മോസ്റ്റ് കോമൺ വയർലെസ് ആൻറ്റിന ഈസ് ആൻ omnidirectional antenna where the power gain in all angular direction is the same. ഓക്കെ, അപ്പോൾ ആൻറ്റിന ഡിസൈൻസിൻ്റെ കേസിൽ നമ്മൾ ഫ്ലാറ്റ് ഫെയ്ഡിങ് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യും. ഫ്ലാറ്റ് ഫെയ്ഡിനെയും ISIനെയും റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റിന ഡിസൈനിൽ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിനയാണ് ഓംനി ഡയറക്ഷണൽ ആൻറ്റിന എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ ഗെയിന് എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും. അതാണ് ഈ
ഓംനി ഡയറക്ഷണൽ ആൻറ്റിനേൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ലിങ്ക് ലെയർ ഡിസൈനിൽ ഡിസ്കസ് ചെയ്യുന്നത്.